ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും യാസീൻ വ്ളോഗ്സ് ഫാമിലീൻ്റെ വക വലിയ പെരുന്നാൾ ആശംസകൾ. അതായത് ബലി പെരുന്നാൾ ആശംസകൾ. ഞാൻ പാൻറ് ഇടാനായിരുന്നു വിചാരിച്ചത്. ഇപ്പോഴാണ് ശിങ്കുത്താത്ത പറഞ്ഞത് നിങ്ങൾ മുണ്ടെടുത്ത് നോക്കി രസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കാലാവസ്ഥ ഈ കാലാവസ്ഥ കാണിച്ചു കൊടുക്ക്. അപ്പോൾ ഞാൻ ഈ മുണ്ടെടുക്കട്ടെ, അല്ലേ നാട്ടുകാർ ഞാൻ മുണ്ടെടുക്കണ കാണും. ചിങ്കു പറയുന്നൊന്നും കേൾക്കുന്നുണ്ടാവില്ല, എന്നാലും നിങ്ങൾ അത് കണ്ടോടി. പോരി ഞാൻ പുറത്തേക്കല്ലേ അല്ലേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വയനാട്ടിലല്ല ഉള്ളത്, കോഴിക്കോടാണ്. നമ്മളെ ഫ്ലാറ്റിലാണുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് പോവുക. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് വയനാട്ടിലേക്ക് പോവാം. രസമുണ്ടോ? ഡെനിം ഷർട്ട് കഴിഞ്ഞ പെരുന്നാളിൻ്റെ ട്രെൻഡ്. നേരത്തെ ഇട്ടത് എന്തായിരുന്നു? ഒരു ബ്ലാക്ക് ഷർട്ടും ഈ ബ്ലാക്ക് ഷർട്ടും പിന്നെ ഒരു ബ്ലൂ അയിലെ മത്തിക്കറിയും പോലെ. അതായത് ഡെനിം ഷർട്ട് കഴിഞ്ഞ പെരുന്നാളിന് ട്രെൻഡ് ചെയ്യുന്നു. നമ്മൾ ട്രെൻഡ് കഴിഞ്ഞപ്പോഴാണ് ട്രെൻഡിൽ എത്തിയട്ടോ. സോ പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് നിസ്കരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരനും പെണ്ണുങ്ങളും ഇവിടെ തന്നെ താമസം, ഇവിടുന്ന് 2 കിലോമീറ്റർ മാറിയിട്ട്, അനസും അവൻ്റെ പെണ്ണുങ്ങളും. അപ്പം മഴയൊക്കെ കാരണം ബീച്ചിലെ നിസ്കാരം ഇല്ല എന്നൊക്കെ അനസ് പറയും, എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇനി പോണത് പിന്നെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്, നിസ്കാരം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അനസ് ഇപ്പോൾ വരും. 7 മണിക്കാണ് നിസ്കാരം. ഓനെ 6:40 എത്തുന്ന പറഞ്ഞേ. ഒന്നെടുത്തിട്ട് നേരെ പോവുക, നിസ്കരിക്കാം. അപ്പം എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയാം. നല്ല വൃത്തിയിലെടുക്കുക. വൃത്തിയുണ്ടോ? മുഖത്ത് വെളിച്ചൊക്കെ ഉണ്ടോ? എൻ്റെ ശിങ്കു നോക്ക്. ഇപ്പുറത്തോ? നീ ഇപ്പുറത്ത് വാ. ക്യാമറമാൻ അവിടെ വാ. ഇപ്പോഴോ? ഇതാണ് ശിങ്കു ഗൈസ്. ഒരു നല്ലൊരു ക്യാമറമാൻ ഇല്ലാത്തതിൻ്റെ വിഷമം മനസ്സിലായില്ലേ? അതായത് ക്യാമറയിൽ ശ്രദ്ധിക്കൂല ശിങ്കു വീഡിയോ എടുക്കുക. ശിങ്കു എങ്ങനെയാണ് വീഡിയോ എടുക്കുക? ക്യാമറയിൽ വിളിച്ചുണ്ടോ? ക്യാമറയിൽ വിളിച്ചില്ല. ഇങ്ങനെയാണ് ശിങ്കു വീഡിയോ എടുക്കുക. ഇന്നത്തെ കാലാവസ്ഥ അതിമനോഹരമായി വയനാട് പോലെ തന്നെ ഉണ്ട് അല്ലേ? കോടൊക്കെ നിറഞ്ഞിട്ട് ഇതൊക്കെ ഇവിടെ മഞ്ഞ്, മഴ പെയ്തിട്ടല്ല. അപ്പം നമ്മളെ ജാറക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്ത് മാറ്റി സെറ്റാവുന്നുണ്ടാവും. അപ്പം ഞാനും എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കട്ടെ. രസമുണ്ടോ? കൂടുതൽ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വലിച്ചു വാരിയിട്ടൊക്കെ കാണും കേട്ടോ. വരണമെന്നില്ല. ഓക്കെ. സോ ഗൈസ്, ഇതാ എൻ്റെ ഒരു ഇത് കൂടി ഇട്ടാൽ മതി. എന്ത് പിന്നെ പാൻറ്റ് ചെരുപ്പ് കൂടി ഇട്ടാൽ മതി. ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. ഒരു 12 മണിയായപ്പോഴാണ് എല്ലാവരും പോയത്. മൈലാഞ്ചിയൊക്കെ ഇട്ട് നിങ്ങോട്ട് പോരെ. അപ്പം ശിങ്കുവൊക്കെ മൈലാഞ്ചി ഇട്ടിക്കണ്, അല്ല കയ്യിൽ മൈലാഞ്ചി ഇട്ടിക്കണ്. നിങ്ങൾ കാണിച്ചരാ എപ്പോൾ അറിയോ? ഞാൻ ആദ്യം പള്ളിയിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് കാണിച്ചുതരാം. സോ ഞാൻ പള്ളിയിൽ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ശിങ്കു മാറ്റും. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലേക്ക്. യെസ്, ഗോ. അപ്പോൾ അനസിൻ്റെ കൂട്ടാൻ വന്നിക്ക്. ഇത് ഓൻ്റെ മുസല്ല, ഇതിൻ്റെ മുസല്ല. അനസിന് ഇപ്പം കാണിക്കണോ കുറച്ച് കഴിഞ്ഞ് കാണിക്കണോ? സുന്ദരനായിട്ട് കാണിക്കണോ? നാളെ ഓൻ്റെ ഒരു നാളെ നോക്കണം. അത് പറയാൻ വിട്ടുപോയി. അത് ഞാൻ പെരുന്നാൾ ആശംസകൾ എന്നല്ലേ പറഞ്ഞേ. ഇത് പറ. അൻസിനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അൻസാണ് കുന്നമംഗലംകാരൻ. അപ്പം നമ്മളിതാ ഓരൊക്കെ പൊരയിൽ ആ ഫ്ലാറ്റിലുള്ളവരൊക്കെ 6 മണിക്ക് എങ്ങാനും പോയിക്കണേ. ഇവിടെയാണേ. അതാ ഈദ്ഗാഹില് സ്വാഗതം. അവിടെ പാർക്കിംഗ് ഉണ്ട് കേസ്. ഇതാ അപ്പോൾ നമ്മൾ നേരെ പോയിട്ട്
നിസ്കരിക്കട്ടെ, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ നോക്കട്ടെ അവിടെ. സോ ഗൈസ്, അവിടെ കേട്ടോ നിസ്കാരം. മനസ്സിലായിട്ട് ചെത്തയക്കണേ. ونتوكل عليه ونعوذ بالله من شرور. സോ ഗൈസ്, നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഉസ്താദ് വൻ പ്രസംഗമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി പോകുന്നത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇവിടെ ലോക്കാ. അപ്പം എടുത്തിട്ട് പോലും എടുക്കൂല. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉഷാറായി. നമ്മൾ നേരെ ശിങ്കുനെയും കൂട്ടി വയനാട്ടിലേക്ക്. ഞാനിവനോട് പറഞ്ഞാണ് പിന്നെ നിസ്കാരം കഴിഞ്ഞ് ദോരന്നിട്ടൊക്കെ ഇറങ്ങാന്ന്. ഓ മൂപ്പിന് ആദ്യം വന്ന് ഇറങ്ങിയിട്ട് ഇതൊക്കെ ഫസ്റ്റ് ഇറങ്ങി വന്നിക്കണ ഇവിടെ നിന്നിട്ട് ലാസ്റ്റ് പോവാ. ഏറ്റവും ഫസ്റ്റ് നിർത്തിയിട്ട് ഞങ്ങളെ വണ്ടി ഇവിടെ നേരത്തെ പള്ളിയിൽ വന്ന് ഞങ്ങള് ലാസ്റ്റ് ഞങ്ങൾ പോകും. അതാണ് ഞങ്ങള് ഒരു ബർക്കത്തും റഹ്മത്തും. അതുകൊണ്ട് എന്തായി, ഞങ്ങൾ വയനാട്ടിൽ പോകണല്ലോ വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങി പോന്നാ. ഇവിടെ എത്തിയപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. ഇനിയിപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിയാണ്ട് ഇതൊന്നും എടുത്തിട്ട് പോക്കിടക്കില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ നിൽക്കാം. എന്താ നമ്മൾ തിരിച്ച് നമ്മളെ പോരയിലെത്തുകയാണ്. അതാണ് നമ്മളെ പോര. ഇനി പോയിട്ട് വന്ന പെണ്ണുങ്ങൾ കൂടി വരട്ടെ, നമുക്ക് പോയിട്ട് വരാം. ക്യാമറ കാണുമ്പോൾ കൊഞ്ചവന് അഭിനയിക്കുക. സോ ഗൈസ്, നമ്മൾ പോരയിലെത്തിക്കണ്. അതാ പാൻറ്റും പുതിയ ചുഗു കാണിച്ചെടുക്കും പൂക്കി. അപ്പം ഇന്ന് പെരുന്നാൾ കൊണ്ടത് ഞാനൊന്നുമല്ല, നമ്മുടെ സ്വന്തം സറ. ഏതാ മോളെ ലുക്ക്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പൂക്കിയായിട്ട് നിൽക്കും. ഇങ്ങനെ പൂക്കി അറിയില്ല. ഇങ്ങനെ ചോദിക്കോ, ഇങ്ങനെ നോക്ക്. 320 ഇത് ഫ്രീ കിട്ടിയെന്ന് പറഞ്ഞേ. ഇതൊക്കെ ഇതാ ഇന്നലെ മൈലാഞ്ചി ഇട്ടിക്കണ്. മൈലാഞ്ചി അഞ്ചു കൊടുക്കുക. ഇന്നലെ മൈലാഞ്ചി ഇട്ട് ആ കയ്യിലിട്ട് ഈ കയ്യിലിട്ട് പിന്നെ വള പുതിയത് ഇതൊക്കെ വളമൊക്കെ. പക്ഷെ ഇന്നത്തെ പെരുന്നാൾ കൊണ്ടേത് അൽ സാറ അൽ മഹബൂബു മഹബീബി. ഇന്നെന്താ സ്പെഷ്യാലിറ്റി? എന്താ ഇന്നെന്താ ദിവസം? എന്ത് പെരുന്നാള്? വലിയ പെരുന്നാള്. അപ്പം കുളിച്ച് സെറ്റ് ആയിക്കിന്. നോക്കട്ടെ, ഞാനാ സാറ ലുക്ക് ആണ് സാറ. ശിങ്കുത്താത്ത മൈലാഞ്ചി ഇട്ടിക്കണേ. നീ ശിങ്കുനെ കാണിച്ചാ ഗൈസ്. അത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ ഗൈസ് എന്നോടുള്ള സ്നേഹം കൊണ്ട് യാസീൻ ലവ്. ഇത് ഞാൻ ഇന്നലെ വരച്ചു കൊടുത്ത ലവ് പോയ ആപ്പിളായി മോളെ. എന്ത് ഈ ഡ്രസ്സ് സാറിന്റെ ഉമ്മ എടുത്തു കൊടുത്താട്ടോ. ഈ ഷാളും സൂപ്പറായിട്ടുണ്ട്. ഈ ഡ്രസ്സ് യാസിൻ പിന്നെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോവാണ്. ഇവരുണ്ടോ? ഇന്ന് ഈ പെരുന്നാളായതുകൊണ്ട് അതിവിടെ വെക്ക്. ഇവിടേക്ക് അടങ്ങിയിരിക്കും. ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഈ ഇവിടെ നിന്നോ. കൊറേ സബ്സ്ക്രൈബേഴ്സ് ഇവളെ ആരൊക്കെയോ കണ്ട് തിരിച്ചറിഞ്ഞ് ഇതിങ്ങോട്ട് തട്ടി. അത് തട്ടെ, എനിക്കൊരു സാധനം തട്ടേനെ. അത് താട്ടെ, നല്ല തരാൻ പറ്റുമോ? ഇവിടെ നിൽക്കട്ടോ, ഇവിടെ നിന്ന് അനങ്ങരുതേ. അതില്ല
ബാഗ് കെട്ടെ, ബാഗ് ഇടണോ? എന്നാ പൂക്കിയേറ്റിട്ട് ഇവിടെ ഇട്ടോ, ഇവിടെ തന്നെ ഒക്കെ. നമ്മള് പിന്നെ ജാറക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചിക്കണേ. ഇത് എന്താണ് ഗിഫ്റ്റ്? ഞാൻ എടുത്തിട്ട് വരാം, എന്നിട്ട് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്, അവിടൊക്കെ ഇങ്ങോട്ട് വരരുത്. ഗിഫ്റ്റ് ഓഫ് ആ ഇതെന്താണ്? കാണിച്ചു കൊടുക്ക്. ആ റബ്ബർ ഗൈസ്, റബ്ബർ. നോക്ക്, കാറില് ഇതെന്തറിയോ? ലിപ്സ്റ്റിക്ക്. പിന്നെ ഇതെന്താ? ഇത് കന്നഡ. ഇത് തൊപ്പിയിട്. കന്നഡ വെക്ക്. ലിപ്സ്റ്റിക്ക് ഇട്. എന്നിട്ട് ഈ കാറിൽ കയറിപ്പിക്കോ. ഇത് ഇഷ്ടായോ? എന്നാ അവിടെ വെക്ക്. നമ്മള് ഇനിയും സർപ്രൈസ് ഇട്ട് ഗൈസ്. അടുത്തത് അതൊന്നല്ല, ഇത് ഞങ്ങള് മുട്ടായി തെരുവിൽ പോയപ്പോ കണ്ടപ്പം ഇങ്ങോട്ട് മേടിച്ച്. ഇതാ ഇവിടെ ഇങ്ങനെ. ഞാൻ പൊട്ടിച്ചു തരാം. യെസ്, ക്യൂട്ട് ആയിക്കണോ? എന്നാ ഇത് കെട്ടി തരട്ടെ? വലിയ വേറെ പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ തട്ടി ഹലോ കിറ്റി വാച്ച്. അത് എടുത്തു എനിക്ക് തന്നാൽ മോനെ. വാച്ച് സെറ്റ്. പൂച്ചാണ്. ഒരു കറക്ക്. അത് കുറച്ച് ലൂസാണ്, അല്ല ടൈറ്റ് ആക്കാം. ഇനി നമ്മള് അടുത്ത ഗിഫ്റ്റ്. ഓ, ഇവൾക്ക് എങ്ങനെ ഇത് സിക്സ് സെൻസ് ഉണ്ടോ? ഇവിടുന്ന് വന്നപ്പോ ഇതെന്താ പെൻസിലാ? അതെ, പെൻസിലാണെന്ന് തോന്നണേ. ഞാൻ പറഞ്ഞ സാധനം പെൻസില്. ഇത് കണ്ടോക്ക്. ഇങ്ങനത്തെ പെന്നാ. ഹലോ കിറ്റിന്റെ പേന. ഇതുണ്ട്, ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന. ഇതാ ഇത് പെൻസില്. ഇവിടെ റബ്ബർ ഇതുണ്ടോ? ഇതിങ്ങനെ അടിച്ചൊക്കെ റബ്ബർ വേണ്ടാത്തപ്പോ. ഉണ്ടോ? ഇഷ്ടായോ? നമ്മൾ അടുത്ത് അടുത്ത ഗിഫ്റ്റ് എന്താണിത്? ഇതാ ഇവിടെ. ആ പെൻസിൽ ഗൈസ്, പെൻസിലിന്റെ ഒരു സെറ്റ്. ഇതുണ്ട്. ഈ കാർട്ടൂണിന്റെ പേരെന്താ സാറാ അറിയോ? അടുത്ത ഗിഫ്റ്റ് കഴിഞ്ഞ്. ഗിഫ്റ്റ് കഴിഞ്ഞ്. എല്ലാം മാച്ച് മാച്ച് ഗിഫ്റ്റ് കിട്ടി. എങ്ങനെയുണ്ട്? അത് പൊട്ടിക്കണ്ട, അത് പൊട്ടിക്കണ്ട.
ഇഷ്ടപ്പെട്ടിങ്ങനെ കിടക്കുക. ഇത് ഇതിങ്ങനെ തുറക്കാം, ഇങ്ങനെ തുറക്കാം, ഇവിടെ തുറക്കാം. റബ്ബർ വെക്കാം. അപ്പൊ മൊത്തം എത്ര ഗിഫ്റ്റ് കിട്ടി? വാ നോക്ക്. ചെറിയ ചെറിയ സാധനങ്ങളാണ്, പക്ഷെ പൊതിഞ്ഞ് വന്നപ്പോ കൊറേ ആയിന്നേ ഉള്ളൂ. ഓൾക്കൊരു സന്തോഷം. ആ ഇത് പൊരേ കൊണ്ടുവച്ചോ. അപ്പം ഇതാണ് പാറക്കുട്ടിന്റെ സാധനങ്ങൾ. ഉം. കവർ വേണോ? എന്നെ കൂടെ ഹെൽപ്പ് ചെയ്യോ? എന്നാ ഈ ആദ്യം അത് കൊണ്ടുവച്ചിട്ട് വാ, എന്നിട്ട് ഇത് കൊണ്ടുപോയി. കവർ വേണോ? രണ്ട് കയ്യില് പിടിക്കാം. ഗിഫ്റ്റ് പേപ്പർ വേണോ? ആ ചോറ് നിൽക്കണേ. തുറന്ന് സമ്മതിച്ചാ. ഹീൽസ് ഒക്കെ ഇട്ടിട്ടേ ഇങ്ങനെ നടക്കണേ, എങ്ങനെ? ഇങ്ങനെ ഹീൽസ് ഇട്ടിട്ടേ നടക്കാൻ വയ്യ. ആരാ അനസ് വിളിച്ചിനോ? ആരെങ്കിലും ഫോണിൽ വിളിച്ചിനോ? ഇപ്പം ഒരു വരും, നമ്മൾ അതിനുശേഷം കയറി വയനാട്ടിലേക്ക് പോകും. അതൊന്ന് ഓക്കേ. കൂട്ടി. ആ അതും തുറന്നു. നമ്മൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു, ഇപ്പോൾ വയനാട്ടിലെത്തി. നമ്മളെ സ്വന്തം നാട്. നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ വയനാട്ടിലെത്തി നമ്മളെ വീട്ടിൽ. അവിടെ നമ്മൾ കാർ ഓടിച്ചു, ഇവിടെ എത്തി. അനസിൻ്റെ കാറിലാണ് വന്നത്, നമ്മളെ കാറിലല്ല. ഇനി തിരിച്ചും ആ കാറിൽ തന്നെ പോവും. അപ്പോൾ നമ്മളെ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. വരൂ. പെരുന്നാളായിട്ട് ഇവിടെ ഒരു പെരുന്നാളിൻ്റെ ഒരു വൈബൊന്നും ഇല്ല കേട്ടോ, പണ്ടത്തെ പോലെ ഒരു രസമൊന്നുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ആൾക്കാരൊന്നുമില്ല. ഒല്ല പൂക്കി ഉമ്മ കാണിച്ചു കൊടുക്ക്. ഇതൊക്കെ ഉമ്മയും മലയാജി ഉള്ളിലുണ്ടോ? ഷിങ്കു ഇട്ടിക്കണേ. ഷിങ്കു എന്തിട്ടിക്കണേ? വളരെ വ്യത്യസ്തമായിട്ട്. ഇതൊക്കെ എങ്ങനെയുണ്ട്? എന്താ എന്താ വായിക്കാത്? ലൗച്ചിനെ നോക്ക്, നല്ല രസല്ലേ? ആ പിന്നെ ഈ കൈ കൊണ്ട് ഞാനിടും, ഈ കൈ കൊണ്ട് എനിക്ക് ഇടാൻ പറ്റും. കമോൺ ഇതില് സൂപ്പറായിട്ട്. അകത്തോട്ടോ. ഇപ്പച്ചിയൊക്കെ പള്ളിയിലാണ്, ഇന്ന് പോത്തിറക്കലാണ്. അപ്പോൾ നമ്മൾ ആദ്യം അടുക്കളയിലിട്ട് പോയിട്ട് എന്താണ് ഇവിടുത്തെ ഫുഡ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഫ്രൂട്ട് സലാഡ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. വേറൊരു സംഭവം ഉണ്ട്. ഇത് ചാനൽ അടിച്ചോ? എന്ത് വേണ്ട വേണ്ട, ആ ആ അത് അത് പറ്റൂല. ഉമ്മ തലച്ചോറ് വെച്ചതാ. ഉപ്പിച്ച് പൂ വെച്ചപ്പോ പൂത്തോടെ കണ്ടോ? തലയോട് കൊണ്ടുവന്ന് വാ ബീഫിന് ഇതാ ചിക്കൻ പൊരിച്ച്. ഉമ്മ തലച്ചോറാ ചോദിച്ചേ. ചിക്കൻ പൊരിച്ച്, ഉപ്പച്ചിനോട് ഒരു പൂ വെച്ച പൂക്കാലം കൊണ്ടുവന്ന് ഉമ്മ തായിന്റെ അടി ചെയ്യുന്നു. ബിരിയാണി. ഇവിടെ ആരാ ചോറുന്നേ? നിങ്ങളൊക്കെ തിന്നോ? നിങ്ങളൊക്കെ അടിച്ച് മിനിച്ച് ബീഫ് ആയിട്ടില്ലേ? ആവുന്നേ ഉള്ളൂ. ആ എന്നിട്ട് അത് തല കാണിക്കണോ? വേണ്ട, ഇവിടെ തല കാണിച്ച പ്രശ്നം. ഈദുമാർക്ക് പറയും. മുബാറക്ക്. ഇന്നോടല്ല, വീഡിയോ കാണുന്ന എല്ലാവരോടും ഇങ്ങനെ പറയും. വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. വീഡിയോ കാണുന്ന ഓരോ വിചാരിക്കല്ലോ ഈ പറഞ്ഞു പറയിപ്പിക്കുന്നത് എന്തെന്നത്. എന്റെ ഈദും മുബാറക്ക്. എന്റെ വലിയ പെരുന്നാൾ ആശംസ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. അങ്ങനെ ഇതൊക്കെയാണ് ഉള്ളത്. ഇനി ഇവിടെ ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി ഇല്ല, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. കാറില്ലല്ലോ, നമ്മളെ കാറുണ്ട്. എവിടെ പോണു? ചൂരൽമല അമ്മോ, അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യും. നമ്മളെ ശ്രീരാഗ്, നമ്മളെ കൂടെയുള്ള ശ്രീരാഗിന്റെ വീട്ടിൽ കൂടലാണ് നാളെ കേട്ടോ. ചുരൽമലയില് വീട് കിട്ടിയില്ലേ അവന്റെ. അപ്പോൾ ചിലപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ബാക്കി എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാണിച്ചു തരാം. ഇവൻ ആരും വിളിച്ചിക്കൊന്നുമില്ല, ഇവര് രാവിലെ വന്ന് അതുകൊണ്ട് പിന്നെ ഇവര് ശ്രീരാഗിനെ വിളിച്ചിക്കണേ, പിന്നെ നിർമ്മലിനെ വിളിച്ചിക്കണേ, പിന്നെ മണ്ണപ്പനെ വിളിച്ചിക്കണേ, ചെറിയ മോനെ വിളിച്ചിക്കണേ, കുട്ടൂസനെ വിളിച്ചിക്കണേ. ഇവരൊക്കെ വരികയായിരിക്കും. രാത്രി വേണോ ചാരം വരുന്നുണ്ടോ? ഞാൻ ആരുമില്ല, അങ്ങനല്ല, 6 ആളെ പേര് പറഞ്ഞു. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണേ. വെറുതെ വരും, ഇത്തിരി എന്തെങ്കിലും തൊട്ടാ തൊട്ട് അങ്ങനെ സന്തോഷല്ലേ അങ്ങനെ. വരണം. ചെറിയ മോനും കൊണ്ടും വരുമായിരിക്കും. ചെറിയ മോൻ വരെയായിരിക്കും.
ചെറിയ മോൻ പിന്നെ ഭക്ഷണം കഴിക്കാണ്ടായിരിക്കും വരിക. സോ ഗൈസ് അത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് വയ്യ, അതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാം. സോ ഗൈസ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഭാവിയും ഓരൊക്കെ വരുന്നെങ്കിൽ തന്നെ 2-3 മണിയാവും, അല്ല 5-6 മണിയാവും. ഇപ്പോൾ 2 മണി. പ്രത്യേകിച്ച് ആരും വന്നിട്ടില്ല, കുറച്ച് കുടുംബക്കാർ വന്ന് പോയി, എല്ലാവരും വൈകിട്ടാവും. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ നമ്മൾ തറവാട്ടിലേ. ഇപ്പോൾ ഓരോരുത്തർ വളർന്നു, അവർക്ക് പേരക്കുട്ടികളായി, മക്കൾക്ക് പേരക്കുട്ടികളൊക്കെ ആയപ്പോൾ എന്തായി, എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ആഘോഷങ്ങൾ തുടങ്ങി. എന്നിട്ട് വൈകിട്ടാകുമ്പോൾ തറവാട്ടിലേക്ക് വരും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ പെരുന്നാൾ വിശേഷങ്ങൾ ഇതല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ചിലപ്പോൾ വീഡിയോ എടുക്കും, ചിലപ്പോൾ വീഡിയോ എടുക്കില്ല. പിന്നെ അത്ര തന്നെ ഉള്ളൂ. സോ എല്ലാവർക്കും ഈദ് മുബാറക് എഗെയിൻ ആൻഡ് എഗെയിൻ.